Welcome to IET English Learning Club. 15 ദിവസമായി നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സ് പഠിക്കുന്നു. പഠനം പകുതി വഴിയായി കേട്ടോ. അപ്പോൾ ഉത്സാഹിച്ച് കൂടുതൽ പഠിച്ചോണം. തീർച്ചയായും പഠിക്കും. അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാം ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ. 15-ാം ദിവസം എപ്പിസോഡ് 15. ഇന്ന് സഹായക്രിയകളാണ് നാം പഠിക്കാൻ പോകുന്നത്. ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് മുൻപറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സഹായക്രിയകൾ. ഓക്സിലറി വെർബ്സ്. ഐ ഹാവ് ലോസ്റ്റ് മൈ പെൻ എന്ന വാക്യത്തിൽ ഹാവ് എന്ന സഹായക്രിയ ലോസ്റ്റ് എന്ന പ്രധാന ക്രിയയെ സഹായിക്കുന്നു. ഓക്സിലറി വെർബ്സ് എന്ന സഹായക്രിയകളുടെ ഹാവ്, ഹാസ്, ഹാഡ് കൂടാതെ ബിയുടെ രൂപങ്ങളായ ആം, ഈസ്, ആർ, വാസ്, വെർ, ബീയിങ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ഡു, ഡിഡ്, ഡസ്, മേ, മൈറ്റ് മുതലായ സഹായക്രിയകൾ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ വിശദമായും വ്യക്തമായും എടുത്തു കാണിക്കുന്ന ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ പലതവണ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇനി നമുക്ക് ഹാസ്, ഹാവ്, ഹാഡ് ഇതിന്റെ പ്രയോഗത്തിന്റെ ഉദാഹരണങ്ങൾ നോക്കിയാലോ. ഐ ഹാവ് എ ബുക്ക്. എനിക്ക് ഒരു ബുക്കുണ്ട്. ഹി ഹാസ് എ റാബിറ്റ്. അവന് ഒരു മുയലുണ്ട്. ഐ ഹാഡ് എ നൈഫ്. എനിക്ക് ഒരു കത്തി ഉണ്ടായിരുന്നു. ഇനി ബിയുടെ രൂപങ്ങളായ ആം, ഈസ്, ആർ, വാസ്, വെർ, ബീയിങ് ഇത് വരുന്ന ഉദാഹരണങ്ങൾ നോക്കാം. ഐ ആം റൈറ്റിംഗ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് സ്വിമ്മിങ്. അവൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ബ്ലൈൻഡ്. ഞങ്ങൾ കാഴ്ച പരിമിതരാണ്. ഹി വാസ് എ ടീച്ചർ. അവൻ ഒരു അധ്യാപകനായിരുന്നു. വി വെയർ ഗോയിങ് ടു സ്കൂൾ. ഞങ്ങൾ സ്കൂളിലേക്ക് പോകുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ ലവ്ഡ് ബൈ ഓൾ. അവൾ എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടിരുന്നു. യു ആർ ബീയിങ് ലവ്ഡ് ബൈ ഓൾ. നീ എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഷാലിലേക്ക് പോവാം. ഐ ഷാൽ കം ടുമാറോ. ഞാൻ നാളെ വരാം. യു ഷുഡ് കം വിത്ത് മീ. നീ എന്നോടൊപ്പം വരണം. ഇനി നമുക്ക് വില്ലിന്റെ പ്രയോഗം നോക്കിയാലോ. WILL. ഹി വിൽ ഗോ ടുമോറോ. അവൻ നാളെ പോകും. ഷീ സെഡ് ഹി വുഡ് കം. അവൻ വരുമെന്ന് അവൾ പറഞ്ഞു. ഇനി ഡു. ഡു യു സേ സോ? നീ അങ്ങനെ പറയുന്നോ? ഹി ഡിഡ് ഡു എ ഗുഡ് വർക്ക്. അവൻ തീർച്ചയായും ആ പണി വളരെ നന്നായി ചെയ്തു. ഡസ് ഷീ സേ സോ? അവൾ അങ്ങനെ പറയുന്നോ? ആ ഇനി മേ. മേ സക്സസ് സ്മൈൽ ഓൺ യു. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നിനക്ക് വിജയമുണ്ടാകട്ടെ. ഷീ സെഡ് ഷീ തോട്ട് ഇറ്റ് മൈറ്റ് റെയിൻ. മഴ പെയ്യുമെന്ന് അവൾ വിചാരിച്ചിരുന്നതായി അവൾ പറഞ്ഞു. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സഹായക്രിയകൾ, അതായത് ഓക്സിലറി വെർബ്സ്. സഹായക്രിയകളുടെ ഉപയോഗം മനസ്സിലാക്കിയാൽ മാത്രമേ സ്വന്തമായി വാക്യങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കാൻ കഴിയൂ. മെയിൻ വെർബുകൾക്ക് അർത്ഥവ്യത്യാസം ഉണ്ടാക്കാനാണ് സപ്പോർട്ടിംഗ് വെർബുകൾ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയാമോ? പോകുക എന്ന വാക്ക് ചിലപ്പോൾ പോകും, പോകാൻ കഴിയും, പോവുകയാണ് എന്നിങ്ങനെ പല രൂപത്തിൽ ഉപയോഗിക്കേണ്ടി വരാറില്ലേ? ഉണ്ട്. ഇംഗ്ലീഷിൽ സപ്പോർട്ടിംഗ് വെർബുകൾ ഉപയോഗിച്ചാണ് അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നത്. സഹായക്രിയകൾ പ്രധാന ക്രിയകളുടെ മുൻപിലാണ് പൊതുവെ വരുന്നത്. നെഗറ്റീവ് അർത്ഥങ്ങൾക്ക് മുൻപിലാണ് പൊതുവെ വരുന്നത്. നെഗറ്റീവ് അർത്ഥങ്ങൾ ലഭിക്കാൻ സഹായക്രിയകളുടെയും മെയിൻ വെർബിന്റെയും ഇടയിൽ നോട്ട് NOT എന്ന പദം ചേർക്കുന്നു. ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സഹായക്രിയ വാക്യത്തിന്റെ ആദ്യം ചേർക്കുന്നു. സപ്പോർട്ടിംഗ് വെർബുകളെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവയിൽ ഒന്നാമത്തെ വിഭാഗം മെയിൻ വെർബിന്റെ ബേസ് ഫോമിനൊപ്പം
ഉപയോഗിക്കണം. ഇനി പറയുന്ന ഈ വിഭാഗത്തിൽ പെടുന്നു വിൽ, വുഡ്, മേ, മൈറ്റ്, ഷുഡ്, മസ്റ്റ് എന്നിവ. രണ്ടാമത്തെ വിഭാഗം സപ്പോർട്ടിംഗ് വെർബുകൾ ബി എന്ന പദത്തിൽ നിന്ന് ഉണ്ടാവുന്നവയാണ്. ഇവ മെയിൻ വെർബിന്റെ ING രൂപത്തോടൊപ്പം ഉപയോഗിക്കുന്നു. ഉദാഹരണം: ഈസ്, ആം, ആർ, വാസ്, വേർ, വിൽ ബി, മേ ബി, ഷുഡ് ബി എന്നിവ. മൂന്നാമത്തെ വിഭാഗം സപ്പോർട്ടിംഗ് വെർബുകൾ ഹാവ് എന്ന പദത്തിൽ നിന്നുണ്ടാകുന്നവയാണ്. മെയിൻ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾസിനൊപ്പമാണ് ഇവ ഉപയോഗിക്കുന്നത്. 9446178038 നമ്പർ ഒരിക്കൽ കൂടി പറയാമോ? 9446178038. ഒരു പ്രയാസമില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 200 രൂപ വിലയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന പുസ്തകം വെറും 99 രൂപയ്ക്ക് ലഭിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സ് ഇത്ര സിമ്പിൾ ആണെന്ന് ഓർത്തില്ല അല്ലേ? ഞാൻ ഓർത്തതേയില്ല. എന്നാ നോക്കിക്കോളൂ, ഇതിലും സിമ്പിൾ ആണ്. 16-ാം ദിവസത്തെ പാഠം മറക്കാതെ കാണുക, കേൾക്കുക.